യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ നന്നാവില്ലെന്ന് സമൂഹം എഴുതി തള്ളിയ, ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന വിവരമില്ലാത്ത കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും നന്നാവില്ലെന്ന് എഴുതി തള്ളിയ 6-ാം നൂറ്റാണ്ടിലെ ആഭാസനായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഉക്കാള ചന്തയിലൂടെ പാതിരാ സമയത്ത് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഇറങ്ങി നടന്ന ഖത്താബിന്റെ മകൻ ഉമർ ജീവിത കാലഘട്ടത്തിൽ 3 കുഞ്ഞുങ്ങളെ ജീവനോട് കുടിച്ചു മൂടിയ ഉമർ പാതിരാ സമയത്ത് കടന്നു വരുന്ന പെൺകുട്ടികളെ കടന്നു പിടിച്ചിട്ട് ലോകത്ത് കടന്ന ആവാസം നടത്തിയ ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറിനെയാണ് സമൂഹം പറഞ്ഞത് ഇവന്റെ വാപ്പ വളർത്തുന്ന കഴുത നന്നായാലും ഇവനിന് നന്നാവില്ലെന്ന് ലോകം എഴുതി തള്ളിയ ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറയുന്ന ഗജപോക്കിരി അവസാനം ലോകത്താരായി മാറിയെന്നറിയുമോ? അതേ ഉമറിനെ നോക്കിയിട്ടാണ് റസൂലുള്ള പറഞ്ഞത് വിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഇറങ്ങിയപ്പോ ആ ഉമറിനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ചെറുപ്പക്കാരെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അള്ളാന്റെ റസൂലിന്റെ വരമൊഴിയാണിത്. ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അള്ളാഹു സത്യം പറയുന്നത് ഉമറിന്റെ നാവിലൂടെയാ. അള്ളാഹു സത്യം വെളിവാക്കുന്നത് ഉമറിന്റെ നാവിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഉക്കാള ചന്തയിൽ പാതിരാ സമയത്ത് വെള്ളമടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് തെറിയുടെ പൂരപ്പാട്ട് പാടിയ ഒരു നല്ല വാക്ക് ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ മനുഷ്യന്റെ നാവിനെ അള്ളാഹു എന്താക്കി മാറ്റി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഏതാണ്ട് 20ഓളം ആയത്തുകൾ ഇറങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയുമോ ആരായി മാറി ഈ മനുഷ്യന്? ഇക്കാള ചന്തയിൽ വെള്ളമടിച്ചിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ മധ്യരാജാക്കന്മാരുടെ രാജാവായി മാറിയിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശരിവെച്ചുകൊണ്ടാണ് ലോകത്താദ്യമായി മദ്യനിരോധനത്തിന്റെ ആയത്ത് ഖുർആനിൽ ഇറങ്ങിയത്. മദ്യം ഒരു സാംസ്കാരിക അധപ്പതനമായി മാറിയപ്പോ, മദ്യപാനത്തിലൂടെ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. അല്ലാഹുവേ, ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണേ അല്ലാ. ഈ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ വന്നിട്ട് ഓതി കേൾപ്പിച്ചു, നിർത്തിക്കോ നബിയേ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം നോക്കലുമൊക്കെ അത് പൈശാചിക ദുർബോധനമാണ്. ഫജ്തനിബൂഹു, പാടെ ഉപേക്ഷിച്ചു കൊള്ളുക. ഇനി മദ്യം കൈകൊണ്ട് തൊട്ടുകൂടാ, മദ്യം ഉപയോഗിച്ചുകൂടാ. വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ആ കാലഘട്ടത്തിലെ കിങ്ഫിഷർ കമ്പനിയുടെ രാജാവായ വിജയ് മല്യയേക്കാളേറെ ലോകത്തിലെ ഏറ്റവും വലിയ അബ്കാരി കിങ്ഫിഷറിന്റെ കമ്പനി മേധാവി വിജയ് മല്യയേക്കാളേറെ അബ്കാരി കോൺട്രാക്ടറായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പുറകുഭാഗത്ത് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കല്ലിന്റെ വീപ്പയെടുത്ത് കമഴ്ത്തി വിട്ടിട്ട് അന്ന് മദീനയിലെ തെരുവോരങ്ങളിലൂടെ ഒഴുകിയത് മദ്യത്തിന്റെ പുഴയാണ്. അവിടെ നിന്നുകൊണ്ട് സഹാബത്ത് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളിതാ വാറുന്നു നബിയെ, ഇനി മദ്യപാനം ഞങ്ങളുടെ ജീവിതത്തിലില്ല.
എന്റെ സഹോദരങ്ങള്, ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവില്ലെന്ന് ലോകം എഴുതി തള്ളിയ ഈ കാട്ടറബിയാണ് പിന്നീട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മുമ്പില് 1000 ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എല്ലാത്തിനെയും അരയിൽ തൂക്കിയിരിക്കുന്ന മൂർച്ചവാളിന്റെ ഈർച്ചേറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കിയ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ലോകത്തിന് മുഴുവനും റോൾ മോഡലാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ലോകം മുഴുവനും കാണാൻ വേണ്ടി കാലം പോലും കൽപ്പില്ലാതെ കണ്ണടച്ചു നിന്ന കാരിരുമ്പിന്റെ നാട്ടിൽ നന്മയുടെ പുതിയ മുദ്രാവാക്യവുമായി കടന്നു വരാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിലോട്ടിറങ്ങിയപ്പോ, ഖുർആന്റെ വെളിച്ചം ഹൃദയത്തിലോട്ടിറങ്ങിയപ്പോ അവരുടെ ഹൃദയം വെണ്ണ പോലെ മൃദുലമായി. കാരിരുമ്പിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമകൾ വെണ്ണക്കല്ല് പോലെ ഉരുകി ഒലിക്കുന്നത് കണ്ടിട്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആന്റെ വെളിച്ചം വന്നപ്പോഴല്ലയോ, ആ വെളിച്ചം വന്നപ്പോഴല്ലയോ കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വണ്ടേ നീ എത്ര ഭാഗ്യവതിയാവണ്ടേ, കള്ള് കുടിച്ചു കുടിച്ചു കുടിച്ച് ചത്തുപോകണമെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു, ഇതേവരെ എനിക്കതിനെ കടിച്ചിട്ടില്ല, കള്ള് കുടിച്ചു കുടിച്ച് ചത്തുപോയ വണ്ടേ നീ എത്ര ഭാഗ്യവതിയാണെന്ന് കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്തിട്ട് വണ്ടിനോട് കഥ പറഞ്ഞ അതേ മദ്യമെന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായ അതേ കാട്ടറബികളല്ലേ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതേ കാട്ടറബികളാണ് ചുറ്റുപടുത്ത് കിടക്കുന്ന മദീന തെരുവോരത്തിന്റെ നടുവില് ഒരു യുവാവായ സഹാബി തന്റെ കൈവിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കുകയാ. ആരോ ചോദിച്ചു, എന്തിനാണ് ഛർദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത് കേട്ടില്ലേ? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ലഹു ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ആരെങ്കിലും നിരോധിക്കപ്പെട്ട മദ്യമകത്താക്കിയാൽ വലം യത്തുബവൻ പശ്ചാത്തപിച്ചില്ല, വലം യൻസവൻ മാറി നിന്നില്ല, എന്നാൽ ഫലൈസ മിന്നീ അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. നാളെ ഞാനും അവനും തമ്മിൽ പരലോകത്തൊരു ബന്ധമുണ്ടാവില്ല. അള്ളാന്റെ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാൻ കഴിയാത്ത ആ മദ്യം തൊട്ടടുത്ത നിമിഷം മുമ്പ് അകത്താക്കിയവനാണ് ഞാൻ. ആ മദ്യവന്റെ വയറ്റിൽ ഇനി കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളക്കുള്ളിലേക്ക് പോയ മദ്യത്തുള്ളികള് അതേ വിരലുകൾ കൊണ്ട് തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കി ഛർദിച്ച് വെളിയിൽ കളഞ്ഞതാരാ? ആ ആളുകൾ ഒരു കാലത്താരായിരുന്നെന്നറിയുമോ? അവര് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മക്കളോട് പറയും, മക്കളെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മരിക്കാൻ പോകുന്ന പിതാവിന്റെ അന്ത്യാഭിലാഷം എന്തെന്നറിയാൻ മക്കള് കാതോർക്കുമ്പോ അവരവരോട് പറഞ്ഞതെന്താ? എനിക്കൊരൊറ്റ അഭിലാഷമേയുള്ളൂ, ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർബതി തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ കബറ് കുടിക്കുമ്പോ ഏതെങ്കിലും ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്റെ കബറ് കുടിക്കണേ. അന്ന് അറബികൾ മദ്യമുണ്ടാക്കുന്നത് മുന്തിരി വള്ളിയിൽ നിന്നാ. ഞാൻ കബറിൽ കിടക്കുമ്പോ മുന്തിരിയുടെ അകത്ത് കിടക്കുന്ന വേരിൽ നിന്നും മദ്യം ഉറിഞ്ചി കുടിച്ചുകൊണ്ട് കബറിൽ കിടക്കട്ടെ എന്ന് മരിക്കാൻ സമയത്ത് മക്കളോട് പറഞ്ഞ അതേ സമൂഹമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രകാശമിറങ്ങിയപ്പോ, വിശുദ്ധമായ ഖുർആന്റെ പ്രകാശമിറങ്ങിയപ്പോ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ മുഴുവനും തന്റെ വരുതിയിലാക്കാൻ മെനക്കെടുന്ന രാഷ്ട്രം മദ്യനിരോധനം പാർലമെന്റിൽ പാസാക്കിയപ്പോ വെറും 11 ദിവസം മാത്രമാണ് മദ്യനിരോധനം നടന്നത്. അതിനുവേണ്ടി ചെലവാക്കിയത് $820 കോടി രൂപയാണെങ്കിൽ അള്ളാന്റെ ഖുർആനിന് $1 ചെലവാക്കേണ്ടി വന്നില്ല. വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടിറങ്ങി വന്ന ലോകത്തിന്റെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എവിടെയെന്നറിയുമോ? മക്കാ മുക്കറമയിലെ ഇഖ്റ എന്ന ശബ്ദം മുടങ്ങിയപ്പോ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ കേക്കല്ലെന്ന് വിചാരിച്ചവന്റെ കവിയിലേക്ക് പോലും അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയപ്പോ ഖുർആൻ കേൾക്കരുതെന്ന് ചിന്തിച്ച മനുഷ്യനാണ് ജുബൈർ ബിൻ മുത്തഇം. അയാൾ ഒരു ക്രൈസ്തവ പാതിരിയാണ്. മക്കയിലോട്ട് വരുമ്പോൾ അബൂജഹൽ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമോതുന്നുണ്ട്, അതൊരിക്കലും കേട്ടുപോകരുതേ, അത് കേട്ടാൽ അതിലേക്ക് അറിയാതെ വീണു പോകും. ജുബൈർ ബിൻ മുത്തഇം തന്റെ വിരലുകൾ ഈ ചെവിയിലേക്ക് എടുത്ത് കുത്തിവെച്ചിട്ട് നടന്നുപോയി. അദ്ദേഹം കഅബാലയത്തിന് മുൻപിലൂടെ ക്രൈസ്തവ പാതിരിയായ ജുബൈർ ബിൻ മുത്തഇം നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് കഅബാലയത്തിന്റെ മത്താഫിലിരുന്നിട്ട് ഖുർആൻ ഓതുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ കഅബാലയത്തിന്റെ മത്താഫിലിരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതുന്നത് ഏതെന്നറിയുമോ? വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. സൂറത്ത് തൂർ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പക പൂത്തേനിതൽ അതരങ്ങളിൽ നിന്ന് സൂറത്ത് തൂറിന്റെ ആയത്തിറങ്ങിയപ്പോ ജുബൈർ ബിൻ മുത്തഇം അറിയാതെ തന്റെ വിരൽ വലിച്ചുപോയി. കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് തന്റെ ചെവിയിലേക്ക് വിരൽ കുത്തിവെച്ച ജുബൈർ ബിൻ മുത്തഇം അറിയാതെ തന്റെ വിരലുകൾ അകന്നുപോയി. ആ ആയത്ത് കേൾക്കേണ്ട താമസം വഖഅതു ബൈന യദൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാൽക്കലേക്ക് കമഴ്ന്നു വീണിട്ട് ജുബൈർ ബിൻ മുത്തഇം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിരല് ചെവിയിൽ കുത്തിവെച്ചിട്ട് പോയവന്റെ ഹൃദയത്തിലും അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയപ്പോൾ നേരെ കമിഴ്ന്നു വീണിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.